ടോപ്പ് ട്യൂഷൻ്റെ 9th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 6 സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിലെ ലെറ്റസ് ആസ് എ സെക്ഷനാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ് ആൻഡ് ആൻസർ ദ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. നമ്മളോട് ചില ടേംസ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സൊല്യൂട്ട്. സൊല്യൂട്ട് എന്നാൽ എന്താണ്? സോഡ വാട്ടറിലെ സൊല്യൂട്ട് ഏതാണ് എന്നതാണ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ. ആൻസർ ചെയ്യാം. വാട്ട് ഈസ് സൊല്യൂട്ട്? സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി സോൾവെൻറ്റിലേക്ക് ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന, അലിയിപ്പിക്കുന്ന ഈ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പറയുന്നത് സൊല്യൂട്ട് എന്ന്. സൊല്യൂട്ട് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് ഗെറ്റ്സ് ഡിസോൾവ്ഡ് ഇൻ എ സോൾവെൻറ്റ് ടു ഫോം എ സൊല്യൂഷൻ. സൊല്യൂഷൻ ഉണ്ടാക്കാൻ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്യുന്ന ആ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഒരു സൊല്യൂഷൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ആയിട്ട് നോക്കുമ്പോൾ ഈ ആഡ് ചെയ്യുന്ന ഈ സൊല്യൂട്ടിൻ്റെ ക്വാണ്ടിറ്റി കമ്പാരിറ്റീവ്ലി നല്ല കുറവായിരിക്കും. റിലേറ്റഡ് ക്വസ്റ്റ്യൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ സൊല്യൂട്ട് ഇൻ സോഡ വാട്ടർ. സോഡ വാട്ടറിലുള്ള സൊല്യൂട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ സൊല്യൂട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സോൾവെൻറ്റ്. നെയിം ദ സോൾവെൻറ്റ് ദാറ്റ് ഡിസോൾവ്സ് കോമൺ സോൾട്ട്. സോൾവെൻറ്റ് ഡിഫൈൻ ചെയ്യണം. കോമൺ സോൾട്ടിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന സോൾവെൻറ്റിൻ്റെ പേരും പറയണം. സോൾവെൻറ്റ് എന്നാൽ നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ സൊല്യൂട്ട് ഏത് സബ്സ്റ്റൻസിലാണോ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത്, അതായത് അലിയിപ്പിക്കുന്നത്, ആ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് സോൾവെൻറ്റ്. സോൾവെൻറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ഇൻ വിച്ച് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ്. സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ്റെ ഏകദേശം സിമിലർ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് സോൾവെൻറ്റ് ഉണ്ടാകുന്നത്. സൊല്യൂട്ടിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു, സൊല്യൂഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂട്ടിൻ്റെ ക്വാണ്ടിറ്റി നല്ല കുറവായിരിക്കും. പക്ഷേ സോൾവെൻറ്റും സൊല്യൂഷനും ഏകദേശം സിമിലർ ക്വാണ്ടിറ്റിയിൽ ആയിരിക്കും കാണപ്പെടുന്നത്. റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, കോമൺ സോൾട്ടിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്ന സോൾവെൻ്റ് ഏതാണ്? വാട്ടർ. വാട്ടറിൽ സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ, ഉപ്പുവെള്ളം ഉണ്ടാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഡിഫൈൻ സൊല്യൂഷൻ. സൊല്യൂഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോമോജിനിയസ് മിക്സ്ചർ ഓഫ് 2 or more സബ്സ്റ്റൻസസ് ആണ്. 2 or more സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു, സൊല്യൂട്ടും സോൾവെൻറ്റും. സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു ഹോമോജിനിയസ് മിക്സ്ചറാണ് സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല. സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യിക്കുക, അലിയിക്കുക മാത്രമാണ് നടക്കുന്നുള്ളൂ. അവിടെ കെമിക്കൽ പ്രോപ്പർട്ടീസിനൊന്നും ചേഞ്ച് വരുന്നില്ല. അത് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒരു കെമിക്കൽ ചേഞ്ച് ഒന്നും നടക്കാതെ സൊല്യൂട്ട് സോൾവെൻറ്റിൽ ഡിസോൾവ് ചെയ്യുകയാണ് സൊല്യൂഷൻ്റെ കേസിൽ നടക്കുന്നത്. നെക്സ്റ്റ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആൻഡ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഡൈല്യൂട്ടും കോൺസെൻട്രേറ്റഡും സൊല്യൂഷൻസ് അത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റിലേക്ക് എത്രമാത്രം സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്തു അത് അറിയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടേമാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. അതായത് ഫിക്സ്ഡ് എമൗണ്ടിൽ എത്ര സൊല്യൂട്ട് ആഡ് ചെയ്തു. ഒരു ഫിക്സ്ഡ് എമൗണ്ട് സൊല്യൂഷനിലേക്ക് കുറച്ച് എമൗണ്ട് മാത്രം സൊല്യൂട്ടാണ് നമ്മൾ ആഡ് ചെയ്തത്. സ്മോൾ എമൗണ്ടിലുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സൊല്യൂഷന് നമ്മൾ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. അവിടെ കോൺസെൻട്രേഷൻ നല്ല കുറവായിരിക്കും. ഇനി ഒരു ലാർജ് എമൗണ്ട് ഓഫ് സൊല്യൂട്ടാണ് സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കിയേക്കണമെങ്കിൽ അപ്പോൾ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അത്തരം സൊല്യൂഷനെ നമ്മൾ പറയും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ക്വസ്റ്റ്യൻ, ഡിഫൈൻ സോലിബിലിറ്റി. സോലിബിലിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം. സൊല്യൂഷൻ്റെ കേസിൽ സോലിബിലിറ്റി എന്ന ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോലിബിലിറ്റി എന്നതുകൊണ്ട് നമ്മൾ പറയുന്നത് ഒരു 100 ഗ്രാം സോൾവെൻറ്റിനെ കംപ്ലീറ്റ് സാച്ചുറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് എത്ര ഗ്രാം സൊല്യൂട്ട് വേണം, അതിനെയാണ്, ആ സൊല്യൂട്ടിൻ്റെ അളവിനെയാണ് നമ്മൾ സോലിബിലിറ്റി എന്ന് പറയുന്നത്. ഈ സൊല്യൂട്ട് ഈ സോൾവെൻറ്റിൽ ഈ പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ
100% സാച്ചുറേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ട ആ എമൗണ്ട്, അതാണ് സോലിബിലിറ്റി എന്ന് പറയുന്നത്. സോലിബിലിറ്റി പറയുമ്പോൾ എപ്പോഴും ഒരു ടെമ്പറേച്ചറും കൂടി റിലേറ്റ് ചെയ്താൽ പറയണത്. കാരണം ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ സെറ്റ് ചെയ്താൽ 100 ഗ്രാം സോൾവെൻറ്റിനെ സാച്ചുറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഒരു എക്സ് എമൗണ്ട് സൊല്യൂട്ട് വേണമെങ്കിൽ ആ എക്സ് ആണ് ആ ടെമ്പറേച്ചറിലുള്ള സോലിബിലിറ്റി. പിന്നെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ്റെ കേസിൽ ചിലപ്പോൾ ടെമ്പറേച്ചറിനെ അനുസരിച്ചിട്ട് സോലിബിലിറ്റി കൂടാം. അതായത് ചില സബ്സ്റ്റൻസ് ടെമ്പറേച്ചർ കൂടിയാൽ കൂടുതൽ അലിയും. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ സോലിബിലിറ്റി വേറെ ആയിരിക്കും. അപ്പോൾ സോലിബിലിറ്റി നമ്മളെപ്പോഴും പറയുമ്പോൾ ഒരു ടെമ്പറേച്ചറിനോട് ലിങ്ക് ചെയ്തിട്ടാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കോപ്പർ സൾഫേറ്റിൻ്റെ സോലിബിലിറ്റി അറ്റ് 25 ഡിഗ്രി സെൽഷ്യസിൽ എക്സ് എമൗണ്ട് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിൽ മനസ്സിലാക്കേണ്ടത്? കോപ്പർ സൾഫേറ്റിൻ്റെ സോലിബിലിറ്റി 25 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എക്സ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എക്സ് ഗ്രാം, ഇത് ഗ്രാമിലായിരിക്കണം കേട്ടോ ഈ പറയണത്. എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ ഗ്രാംസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് ഗ്രാം കോപ്പർ സൾഫേറ്റ് സൊല്യൂട്ട് ഒരു 100 ഗ്രാം സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്താൽ റിസൾട്ടൻറ്റ് സൊല്യൂഷൻ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കണത്. കാരണം സോലിബിലിറ്റി എക്സ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ എക്സ് ഗ്രാം വെച്ചിട്ട് 100 ഗ്രാം ഓഫ് സൊല്യൂഷനെ സാച്ചുറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് സോലിബിലിറ്റി. ഇനി എക്സ് ഗ്രാമിനേക്കാളും കൂടുതലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് 100 ഗ്രാം സോൾവെൻറ്റിലേക്ക് എക്സ് ഗ്രാമിനേക്കാളും കൂടുതലായിട്ട് സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കംപ്ലീറ്റ്ലി സാച്ചുറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസോൾവ് ചെയ്യില്ല. അത് ഡിസോൾവ് ചെയ്യാതെ അലിയാതെ ആ സൊല്യൂഷനിൽ നിൽക്കും. അതാണ് ആ സോലിബിലിറ്റി എന്നുള്ള ആ ടേമിൻ്റെ ഇമ്പോർട്ടൻസ്. കൊടുക്കും തോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. Question: How much water in ml is needed to dissolve 200 gram of potassium nitrate to prepare a 20% solution? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര വെള്ളമാണ് ഇവിടെ സോൾവെൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. എത്ര ആ സോൾവെൻ്റ് വേണം ഇൻ ml എന്തിനു വേണ്ടിയിട്ട്? ഒരു 20% മാസ് പെർസെൻറ്റേജ് ഉള്ള ഒരു പൊട്ടാഷ്യം നൈട്രേറ്റിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കണം. പൊട്ടാഷ്യം നൈട്രേറ്റിൻ്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട് 200 ഗ്രാം. ഇനി ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ വാട്ടറിലേക്ക് പൊട്ടാഷ്യം നൈട്രേറ്റ് ആഡ് ചെയ്തു, നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. അതിൻ്റെ മാസ് പെർസെൻറ്റേജ് ആണ് നമുക്ക് 20% ആയിരിക്കണം. അപ്പോൾ ഈ പെർസെൻറ്റേജ് ആവശ്യമായിട്ടുള്ളത് എത്ര സോൾവെൻറ്റ് വേണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട് 20%. 20% കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ് പെർസെൻറ്റേജ് ആണ് ഈ 20% എന്ന് തന്നിരിക്കുന്നത്. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ പെർസെൻറ്റേജ് ടോട്ടൽ സൊല്യൂഷൻ്റെ വെയ്റ്റിൻ്റെ എത്രയാണെന്ന് കാണിക്കുന്ന ഒരു റേഷ്യോ ആണ്. ഇവിടെ 20% എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 20% കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇതിൻ്റെ മാസ് പെർസെൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ, അതായത് സൊല്യൂട്ടിൻ്റെ അളവ് ബൈ ടോട്ടൽ സൊല്യൂഷൻ്റെ മാസ്, അത് പെർസെൻറ്റേജിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ മാസ് പെർസെൻറ്റേജ്. ഇവിടെ നമുക്ക് മാസ് പെർസെൻറ്റേജ് 20% ആണ് തന്നിട്ടുണ്ട്. മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ട്. പൊട്ടാഷ്യം നൈട്രേറ്റ് ആണ് ഇവിടുത്തെ സൊല്യൂട്ട് 200 ഗ്രാം തന്നിട്ടുണ്ട്. സോൾവെൻറ്റിൻ്റെ മാസ് തന്നിട്ടില്ല, നമുക്കത് എക്സ് ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും മാസിൻ്റെ തുകയാണ്, സമ്മാണ് സൊല്യൂഷൻ്റേത്. അപ്പോൾ ഈ ഡിനോമിനേറ്റർ എന്ത് വരും? സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും എക്സ് പ്ലസ് 200. അപ്പോൾ സൊല്യൂഷൻ്റെ മാസ് 200 പ്ലസ് എക്സ് കിട്ടി. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 20. അപ്പോൾ 20 ഈസ് ഈക്വൽ ടു സൊല്യൂട്ട് 200 സൊല്യൂഷൻ 200 പ്ലസ് എക്സ് ഇൻറ്റു 100. ഇവിടെ എക്സ് മാത്രമാണ് അൺനോൺ. ആ എക്സ് എന്താണ്? സോൾവെൻറ്റിൻ്റെ മാസാണ് എക്സ്. സോൾവ് ചെയ്യാം. 200 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1000 കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു 1000 മൈനസ് 200 ഇസ് ഈക്വൽ ടു 800 ഗ്രാം എന്ന് കിട്ടി. ഇവിടെ എല്ലാം നമ്മൾ ഗ്രാമിലാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 800 ഗ്രാം കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗ്രാമിലുള്ള
വാട്ടറിൻ്റെ ഗ്രാം അല്ല ചോദിച്ചിരിക്കുന്നത്, ml ഉള്ളതാണ് നമുക്ക് പറയേണ്ടത്. അത് നമുക്ക് 800 ഗ്രാം എന്ന് പറഞ്ഞാൽ 800 ml തന്നെയായിരിക്കും. കാരണം ഡെൻസിറ്റി, വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1 gram per ml. 1 gram 1 ml-ൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ 800 gram 800 ml. നമുക്ക് 1 gram ഓഫ് വാട്ടർ 1 ml ആയത് കാരണം 800 gram 800 ml തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ 800 gram കിട്ടിയത് 800 ml-ന് ഇക്വലൻ്റ് ആണ്. സോ റിക്വയർഡ് വാട്ടർ ഈസ് 800 ml. 800 ml വാട്ടറിലേക്ക് 200 gram പൊട്ടാഷ്യം നൈട്രേറ്റ് ഡിസോൾവ് ചെയ്യിപ്പിച്ചാൽ നമ്മൾക്ക് കിട്ടുന്നത് 20% മാസ് പെർസെൻറ്റേജ് ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ, നമുക്ക് 2 സിനാരിയോ തന്നിട്ടുണ്ട്. ആദ്യ കേസിൽ സോഡിയം മെറ്റൽ, ഒരു പീസ് ഓഫ് മെറ്റൽ സോഡിയമാണ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത്. രണ്ടാമത്തെ സിനാരിയോയിൽ സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ ആഡ് ചെയ്തു. ഈ 2 സിനാരിയോയിലും നടക്കുന്ന ചേഞ്ചസ് ഒരേ മാതിരിയുള്ളതാണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൻസറിന് നമുക്ക് ജസ്റ്റിഫിക്കേഷനും കൊടുക്കണം. ആൻസർ നോ ആണ്. കാരണം ഈ 2 കേസിലും ഒരേ മാതിരിയുള്ള ചേഞ്ചസ് അല്ല നടക്കുന്നത്, വ്യത്യാസമുള്ള ചേഞ്ചസ് ആണ്. നോക്കാം. സോഡിയം മെറ്റൽ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അതൊരു കെമിക്കൽ ചേഞ്ചാണ് നടക്കുന്നത്. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്, കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ നടന്നിട്ട് പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യും. ഇവിടെ സോഡിയം മെറ്റലും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് പുതിയ സബ്സ്റ്റൻസായ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു എക്സോതെർമിക്കായ ഒരു കെമിക്കൽ റിയാക്ഷനാണ്. സോഡിയം മെറ്റലിൻ്റെയും വാട്ടറിൻ്റെയും കൂടിയുള്ള ആ റിയാക്ഷൻ. ഇനി സോഡിയം ക്ലോറൈഡ് ആണ് വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അവിടെ കെമിക്കൽ ചേഞ്ചസ് ഒന്നും നടക്കുന്നില്ല. സോഡിയം ക്ലോറൈഡ് വെള്ളവുമായിട്ട് മിക്സ് ആകുമ്പോൾ അവിടെ ഒരു ഫിസിക്കൽ ചേഞ്ച് മാത്രമാണ് നടക്കുന്നത്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡിലെ NaCl Na+ഉം Cl- അയോൺസുമായിട്ട് ഡിസ്അസോസിയേറ്റ്, സ്പ്ലിറ്റ് ചെയ്ത് വെള്ളത്തിൽ അലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫിസിക്കൽ ചേഞ്ചാണ് നടക്കുന്നത്. ഇവിടെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ അലിയുന്ന സിനാരിയോയിൽ. അപ്പോൾ ഫസ്റ്റ് സിനാരിയോ സോഡിയം മെറ്റൽ കെമിക്കൽ ചേഞ്ച് ആണ് നടക്കുന്നത്, പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യും. സോഡിയം ക്ലോറൈഡ് വെറുതെ മിക്സ് ആക്കി ഡിസോൾവ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാകുക മാത്രമാണ് ചെയ്യുന്നത്. കെമിക്കൽ റിയാക്ഷൻ ഒന്നും സോഡിയം ക്ലോറൈഡിൻ്റെ കേസിൽ വെള്ളവുമായിട്ടുള്ള മിക്സ് ചെയ്യുമ്പോൾ നടക്കുന്നില്ല. ക്വസ്റ്റ്യൻ, നമുക്ക് സോഡിയം ക്ലോറൈഡിൻ്റെ ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡ്, സിമ്പിൾ മെത്തേഡ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് സോഡിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷൻ കിട്ടും. സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ എന്ന് നോക്കാനുള്ള എളുപ്പവഴി എന്താണ്? അതിനകത്തേക്ക് കുറച്ചും കൂടി സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് സ്റ്റിർ ചെയ്യുക, ഇളക്കിയെല്ലാം മിക്സ് ആക്കി കഴിയുമ്പോൾ ആഡ് ചെയ്ത ആ സോഡിയം ക്ലോറൈഡ് ഡിസോൾവ് ആയി അലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അർത്ഥം ഈ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ലെവലിലേക്ക് എത്തിയിട്ടില്ല, കൂടുതൽ സൊല്യൂട്ടിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സായി അലിഞ്ഞു പോയി എക്സ്ട്രാ ആഡ് ചെയ്ത് ആ സോഡിയം ക്ലോറൈഡ് നമുക്ക് കാണാൻ പറ്റുന്നില്ല, അത് അലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഒരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനാണ് നമുക്ക് തന്നെ. അതല്ല, നമ്മൾ പുതുതായി ആഡ് ചെയ്ത എക്സസ് ആയിട്ടുള്ള ആഡ് ചെയ്ത ആ സോഡിയം ക്ലോറൈഡ് അലിയാതെ ക്രിസ്റ്റൽ രൂപത്തിൽ തന്നെ അവിടെ റിമെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ, സപ്പോസ് യു വാണ്ട് ടു ചേഞ്ച് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ടു ആൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സജസ്റ്റ് എനി 2 മെത്തേഡ്സ്. ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനെ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനിലേക്ക് മാറ്റാനുള്ള 2 മെത്തേഡ്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്തു, സോൾവെൻറ്റിലേക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി, അതൊരു സാച്ചുറേറ്റഡ് ലെവലിലേക്ക് ആയി നിൽക്കുന്നു. സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. ഇനി നമുക്ക് അതിനെ അൺസാച്ചുറേറ്റഡ് ആക്കാനുള്ള ആദ്യത്തെ വഴി, എളുപ്പത്തിലുള്ളൊരു വഴി, കൂടുതൽ സോൾവെൻറ്റ് ആഡ് ചെയ്യുക. സോൾവെൻറ്റിൻ്റെ എമൗണ്ട് കൂട്ടി കഴിയുമ്പോൾ ആ സൊല്യൂഷൻ വീണ്ടും സാച്ചുറേറ്റഡിൽ നിന്ന് അൺസാച്ചുറേറ്റഡ് ലെവലിലേക്ക് മാറി. കുറച്ചും കൂടി സൊല്യൂട്ട് നമുക്ക് ആഡ് ചെയ്ത് നമുക്കൊരു ഓപ്ഷൻ അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. മോർ സോൾവെൻറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും സൊല്യൂഷൻ ഡൈല്യൂട്ട് ആകും. ഡൈല്യൂട്ട് ആകുമ്പോൾ കൂടുതൽ സൊല്യൂട്ടിനെ എടുക്കും. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ
ഓൾറെഡി തന്നിരിക്കുന്ന ആ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആ സൊല്യൂഷനെ ഒന്ന് ചൂടാക്കുക. അതായത് സോലിബിലിറ്റി എപ്പോഴും ടെമ്പറേച്ചറുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ സോലിബിലിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് കൂടും. നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്. ഇനി നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി നോക്കൂ. ടെമ്പറേച്ചർ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറച്ചും കൂടി സൊല്യൂട്ട് ആഡ് ചെയ്യും. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ മോസ്റ്റ് ഓഫ് ദ സോളിഡ് സൊല്യൂട്ട്സിൻ്റെ സോലിബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഹീറ്റ് ചെയ്ത് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആ സൊല്യൂഷൻ അൺസാച്ചുറേറ്റഡ് ഫോമിലേക്ക് മാറി കൂടുതൽ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ KNO3 പൊട്ടാഷ്യം നൈട്രേറ്റിലെ വെള്ളത്തിലുള്ള ആ സോലിബിലിറ്റി ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടും. ഈ ഓൾറെഡി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആ പൊട്ടാഷ്യം നൈട്രേറ്റ് ഈ സൊല്യൂഷനിലേക്ക് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് ഇവിടെ ഉണ്ട്. വീണ്ടും നമ്മളൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ ഡിസോൾവ്ഡ് ആയി. അതായത് എക്സസ് ആയിട്ടുള്ള ഈ KNO3 ഡിസോൾവ്ഡ് ആയി കിട്ടി. ടെമ്പറേച്ചർ കൂട്ടി നമുക്ക് സാച്ചുറേറ്റഡിനെ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനിലേക്ക് മാറ്റാൻ പറ്റും. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ: നമുക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിളിൽ 100 ഗ്രാം വാട്ടറിൽ 3 ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് പൊട്ടാഷ്യം നൈട്രേറ്റ്, സോഡിയം ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് ഈ സബ്സ്റ്റൻസിൻ്റെ സോലിബിലിറ്റിയുടെ ചാർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോലിബിലിറ്റി ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ 10 മുതൽ 8 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള ഡിഫറെൻറ്റ് ടെമ്പറേച്ചറിൽ ഓരോ സബ്സ്റ്റൻസിൻ്റെയും സോലിബിലിറ്റിയാണ് നമുക്ക് ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. പല ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് സോൾട്ട് ഷോസ് ദ മാക്സിമം സോലിബിലിറ്റി അറ്റ് ലോ ടെമ്പറേച്ചർ. ഏറ്റവും ചെറിയ ടെമ്പറേച്ചറിൽ മാക്സിമം സോലിബിലിറ്റി കാണിക്കുന്നത് ഏത് സോൾട്ടാണ്? ലോ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഏരിയ 10 ഡിഗ്രി സെൽഷ്യസിൻ്റെ ഏരിയയിൽ മാക്സിമം സോലിബിലിറ്റി ഏതിൻ്റെയാണ്? 36 സോഡിയം ക്ലോറൈഡിൻ്റെയാണ്. ആൻസർ സോഡിയം ക്ലോറൈഡ് NaCl. അതിൻ്റെ മാക്സിമം സോലിബിലിറ്റി 36 ചെറിയ ടെമ്പറേച്ചറിൽ കാണിക്കുന്നത്. അപ്പോൾ സോഡിയം ക്ലോറൈഡ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഹൗ ഡസ് എ സോലിബിലിറ്റി ചേഞ്ച് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഈ ചാർട്ട് നോക്കിയാൽ ടെമ്പറേച്ചർ കൂടുന്നതിന് അനുസരിച്ചിട്ട് സോലിബിലിറ്റിക്ക് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് എല്ലാത്തിൻ്റെയും സോലിബിലിറ്റി കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫോർ പൊട്ടാഷ്യം നൈട്രേറ്റ്, KNO3, അമോണിയം ക്ലോറൈഡ്, NH4Cl സോലിബിലിറ്റി ഇൻക്രീസസ് സിഗ്നിഫിക്കൻ്റ്ലി വിത്ത് ടെമ്പറേച്ചർ. അതായത് പൊട്ടാഷ്യം നൈട്രേറ്റിനും അമോണിയം ക്ലോറൈഡിനും 21 നിന്ന് 167 വരെ ഒരു സിഗ്നിഫിക്കൻ്റായ ചേഞ്ച് ഉണ്ടായി. ഇവിടെ നോക്കൂ 24 നിന്ന് 66 വരെ പോയി പൊട്ടാഷ്യം നൈട്രേറ്റ് ആൻഡ് അമോണിയം ക്ലോറൈഡിന്. പിന്നെ സോഡിയം ക്ലോറൈഡിന് 36 മുതൽ 37 വരെ ടെമ്പറേച്ചർ 10 മുതൽ 80 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ മാറിപ്പോൾ 36 നിന്ന് 37 ചെറിയൊരു എമൗണ്ടിലുള്ള സോലിബിലിറ്റി ചേഞ്ച് മാത്രമാണ് സോഡിയം ക്ലോറൈഡിന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ചാർട്ട് വഴി നമ്മൾ മനസ്സിലാക്കുന്നത് പൊട്ടാഷ്യം നൈട്രേറ്റും അമോണിയം ക്ലോറൈഡിനും സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ടെമ്പറേച്ചർ കൂടുമ്പോൾ വരും. സോഡിയം ക്ലോറൈഡിന് ഒരു ചെറിയ എമൗണ്ടിലുള്ള സോലിബിലിറ്റി ചേഞ്ച് മാത്രമാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ വരുന്നുള്ളൂ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് റിക്വയർഡ് ടു പ്രിപ്പയർ എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം നൈട്രേറ്റ് ഇൻ 50 ഗ്രാം ഓഫ് വാട്ടർ അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 50 ഗ്രാം ഓഫ് വാട്ടർ 40 ഡിഗ്രി സെൽഷ്യസിൽ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര സൊല്യൂട്ട് വേണ്ടി വരും പൊട്ടാഷ്യം നൈട്രേറ്റിൻ്റെ ഡേറ്റ ഫസ്റ്റ് റോ. ഇവിടെ പൊട്ടാഷ്യം നൈട്രേറ്റിൻ്റെ 40 ഡിഗ്രി സെൽഷ്യസിലുള്ള ഡേറ്റ എത്രയാണ്? 62. പൊട്ടാഷ്യം നൈട്രേറ്റിൻ്റെ 40 ഡിഗ്രി സെൽഷ്യസിലുള്ള സോലിബിലിറ്റി 62 ആണെന്നാണ് നമുക്ക് ഈ ടേബിൾ പറയുന്നത്. 40 ഡിഗ്രി സെൽഷ്യസിലെ സോലിബിലിറ്റി 62 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ് 62 ഗ്രാം പൊട്ടാഷ്യം നൈട്രേറ്റിനെ 100 ഗ്രാം വാട്ടറിനെ സാച്ചുറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് ഈ 62 അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ് സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 40 ഡിഗ്രി സെൽഷ്യസിൽ 50 ഗ്രാം മതി.
50 ഗ്രാം വാട്ടറിനെ സാച്ചുറേറ്റ് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ 100 ഗ്രാമിനെ സാച്ചുറേറ്റ് ചെയ്യിപ്പിക്കാൻ നമുക്ക് 62 വേണം എന്നാണ് ഈ ടേബിൾ പറഞ്ഞത്. സോലിബിലിറ്റി 62 ആയത് കാരണം ഇനി വേണ്ടത് 50 ഗ്രാം മതി. 50 ഗ്രാമിനെ സാച്ചുറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഇതിൻ്റെ പകുതി, സൊല്യൂട്ടിൻ്റെ പകുതി, ദാറ്റ് ഈസ് 62/2 ആകുമ്പോൾ 31 ഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് സോൾട്ട് ഗിവൺ ഇൻ ദിസ് ടേബിൾ ഡസ് നോട്ട് ഷോ മച്ച് ഡിഫറൻസ് ഇൻ സോലിബിലിറ്റി വിത്ത് വേരിയിങ് ടെമ്പറേച്ചർ. ഏത് സോൾട്ടാണ് ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സോലിബിലിറ്റി ചേഞ്ച് കാണിക്കാത്തത്? നമ്മൾ ഓൾറെഡി കണ്ടു, സോഡിയം ക്ലോറൈഡ്. വളരെ ചെറിയ വേരിയേഷൻ മാത്രമാണ് സോലിബിലിറ്റിയിൽ ഉള്ളൂ. 36 37 വരെ മാത്രമാണ് സോലിബിലിറ്റി ചേഞ്ച് ആയിട്ടുള്ളൂ. നമ്മുടെ ടെമ്പറേച്ചർ 10 ഡിഗ്രിയിൽ 8 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ കൂട്ടിയിട്ട്. അപ്പോൾ സോഡിയം ക്ലോറൈഡ്. ക്വസ്റ്റ്യൻ, നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില മെഡിസിൻ്റെ എല്ലാം ബോട്ടിലിൽ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത്തരം മെഡിസിൻസ് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? കൊളോയിഡ് ആണോ, സസ്പെൻഷൻ ആണോ, സൊല്യൂഷൻ ആണോ? ഇത്തരം മെഡിസിൻസ് അത് സസ്പെൻഷൻ കാറ്റഗറിയിലാണ് പെടുന്നത്. അതായത് സൊല്യൂഷൻ്റെ കേസിലാവുമ്പോൾ പാർട്ടിക്കിൾ സൈസ് നല്ല കുറവായിരിക്കും, നമുക്ക് ഇവൻ കാണാൻ പോലും പറ്റില്ല പാർട്ടിക്കിൾസ് സൊല്യൂഷനിലെ കേസിൽ. സസ്പെൻഷനിലെ കൊളോയിഡിലും കുറച്ചും കൂടി ബിഗർ പാർട്ടിക്കിൾസ് ആയിരിക്കും സൊല്യൂഷൻ്റെ പാർട്ടിക്കിൾ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് പറയുന്ന ഈ മെഡിസിൻസ് സസ്പെൻഷൻ, അതായത് ബിഗർ പാർട്ടിക്കിൾ സൈസുള്ള കാറ്റഗറിയിൽ പെടുന്നത്. പിന്നെ റീസൺ എന്താണ്? നമുക്ക് ജസ്റ്റിഫിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? സസ്പെൻഷനിലെ പാർട്ടിക്കിൾ സൈസ് ലാർജർ ആയത് കാരണം കുറച്ച് സമയം നമ്മൾ അനക്കാതെ വെച്ചിരുന്നാൽ ആ പാർട്ടിക്കിൾസ് ആ ബോട്ടിലിന് താഴെ സെറ്റിൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോഴേക്കും ഈവൻ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കില്ലല്ലോ. പാർട്ടിക്കിൾസ് സെറ്റിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മെഡിസിൻ്റെ ഡോസേജ് നമ്മൾ ഈവൻ ആയിട്ടല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ മേളിൽ നിന്ന് കുറച്ച് കറക്റ്റ് അളവിൽ തന്നെ മെഡിസിൻ എടുത്താൽ തന്നെയും നമുക്ക് ആ പാർട്ടിക്കിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഈവൻ അല്ലാത്തത് കാരണം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡോസേജ് എൻഷുർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്നുള്ള ഇൻസ്ട്രക്ഷനെ അനുസരിച്ചിട്ട് ഷേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്കിൾസിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമുക്കൊരു കറക്റ്റ് ഡോസേജ് എൻഷുർ ചെയ്യാൻ പറ്റും. ഈവൻ distribution of particles ensure ചെയ്യാൻ പറ്റും. Subscribe to this channel for more videos like this. Question, നമുക്ക് കുറച്ച് ലിസ്റ്റ് ഓഫ് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. അതിന് നമുക്ക് ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻ ആൻഡ് കൊളോയിഡ് ഈ ഫോമിലേക്ക് സെഗ്രിഗേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം പാർട്ടിക്കിൾ സൈസ് ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈവൻ നേക്കഡ് ഐ വെച്ചിട്ട് കാണാൻ പോലും പറ്റില്ല ഈ പാർട്ടിക്കിൾസിനെ. പക്ഷേ കൊളോയിഡ്സിലാണെങ്കിൽ ട്രൂ സൊല്യൂഷനേക്കാളും കുറച്ചും കൂടി ബിഗർ പാർട്ടിക്കിൾ സൈസ് ആയിരിക്കും. ഒരു തിക്ക് ലിക്വിഡ് ഫോമിൽ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും കൊളോയിഡ്സ്. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പാർട്ടിക്കിൾ സൈസ് കൂടിയതാണ്. അത് ഈവൻ കുറച്ചു നേരം നമ്മൾ അനക്കാതെ വെച്ചിരുന്നാൽ പാർട്ടിക്കിൾ സൈസ് ഈവൻ സെറ്റിൽ ചെയ്യും. നമ്മൾ ആ വെച്ചിരിക്കുന്ന ബോട്ടിലോ വെസലോ എന്തിലോ അതിൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യാൻ വരെയുള്ള ചാൻസ് ആണ് സസ്പെൻഷൻ്റെ കേസിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യാം. ഗോൾഡ് ഓർണമെൻറ്റ്സ് സൊല്യൂഷനാണ്, ട്രൂ സൊല്യൂഷനാണ്. ഓർണമെൻറ്റ്സിൻ്റെ അതിൽ നമുക്കൊരു സോളിഡ് സൊല്യൂഷനും എക്സാമ്പിളായിട്ട് കണക്കാക്കാം. നെക്സ്റ്റ് ഡൈല്യൂട്ട് ആസിഡും ഒരു ട്രൂ സൊല്യൂഷൻ തന്നെ എക്സാമ്പിളാണ്. മഡി വാട്ടർ സസ്പെൻഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് നേരം വെച്ചിരുന്നാൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യാനുള്ള ചാൻസും ഉണ്ട് മഡി വാട്ടറിന്, അതൊരു സസ്പെൻഷനാണ്. റിച്ച് സ്റ്റാർച്ച് വാട്ടർ അത് ഒരു കൊളോയിഡ് ഫോമിലാണ്. സസ്പെൻഷൻ്റെ അത്രയും പാർട്ടിക്കിൾ സൈസ് അല്ലെങ്കിലും സൊല്യൂഷനേക്കാളും കുറച്ചും കൂടി തിക്കറായിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് നമുക്ക് ഈ കൊളോയിഡ്സിന് കിട്ടുന്നത്. സ്റ്റാർച്ച് വാട്ടർ കൊളോയിഡാണ്. സ്മോക്കും കൊളോയിഡാണ്. ഇങ്ക് കൊളോയിഡാണ്. ദെൻ അമാൽഗം ഒരു സൊല്യൂഷൻ തന്നെയാണ്, പാർട്ടിക്കിൾ സൈസ് കുറവ് തന്നെ. മയനീസ് കൊളോയിഡാണ്. ബ്ലഡ് കൊളോയിഡാണ്. ലൈം വാട്ടർ അതൊരു സസ്പെൻഷനായിട്ട് കണക്കാക്കാം. ഒരു ഷുഗർ അല്ലെങ്കിൽ സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സൊല്യൂഷൻ പാർട്ട് ആയാലും ലൈം റിലേറ്റഡ് ഭാഗം ആകുമ്പോൾ അതൊരു സസ്പെൻഷൻ കാറ്റഗറിയിലാണ് ഈ ലൈം വാട്ടറിനെ വെക്കുന്നത്. ദെൻ ആയുർവേദിക് ഡിക്കോക്ഷൻ അതും ഒരു സസ്പെൻഷൻ കാറ്റഗറിയിലാണ് പെടുന്നത്. ക്വസ്റ്റ്യൻ, നമുക്ക്
3 അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിൻ്റെ സോലിബിലിറ്റി ചാർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് വിച്ച് ഗ്യാസ് ഷോസ് മാക്സിമം സോലിബിലിറ്റി ഇൻ വാട്ടർ. ഇവിടെ ടെമ്പറേച്ചറിന് അനുസരിച്ചിട്ട് സോലിബിലിറ്റി ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സോലിബിലിറ്റി ചാർട്ട് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും സോലിബിലിറ്റി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ടുള്ള സോലിബിലിറ്റിയുടെ വ്യത്യാസം പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏത് ഗ്യാസാണ് മാക്സിമം സോലിബിലിറ്റി കാണിക്കുന്നത്? സോലിബിലിറ്റി വൈ ആക്സിസിലാണ്. മാക്സിമം കാണിച്ചിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനെയാണ്. അപ്പോൾ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മാക്സിമം സോലിബിലിറ്റി കാണിച്ചിരിക്കുന്നത് ഈ ചാർട്ട് പ്രകാരം. വാട്ട് ഈസ് ദ സോലിബിലിറ്റി ഓഫ് ഓക്സിജൻ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്? 20 ഡിഗ്രി സെൽഷ്യസിൽ ഓക്സിജൻ്റെത് ഈ ഗ്രീൻ ചാർട്ട്. 20 ഡിഗ്രി സെൽഷ്യസിൽ ഓക്സിജൻ്റെത് 0.004 ഗ്രാം പെർ 100 ഗ്രാം ഓഫ് വാട്ടർ. അതാണ് 20 ഡിഗ്രി സെൽഷ്യസിലുള്ള ഓക്സിജൻ്റെ സോലിബിലിറ്റി ഈ ചാർട്ട് പ്രകാരം. നെക്സ്റ്റ്, what is the change in the solubility of gases as the temperature increases? ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസസിൻ്റെ സോലിബിലിറ്റിക്ക് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്? ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലിബിലിറ്റി കുറഞ്ഞാണ് എല്ലാ ഗ്യാസിനും വന്നിരിക്കുന്നത്. The solubility of all the 3 gases decreases as the temperature increases. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിൻ്റെ സോലിബിലിറ്റി കുറയുവാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സജസ്റ്റ് എ മെത്തേഡ് ടു ഇൻക്രീസ് ദ സോലിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്യാസ് ആണ്. ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാട്ടറിലുള്ള സോലിബിലിറ്റി കൂട്ടാനുള്ള 2 മെത്തേഡ് പറയാനാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. ഇവിടെ ടു ഇൻക്രീസ് ദ സോലിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ ആദ്യം നമുക്ക് ചെയ്യാം. ഇവിടെ ടെമ്പറേച്ചർ കൂടുന്തോറും സോലിബിലിറ്റി കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കൂ. ടെമ്പറേച്ചർ കുറച്ചാൽ നമുക്ക് സോലിബിലിറ്റി കൂട്ടാൻ പറ്റും. ഡിക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോലിബിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. നെക്സ്റ്റ് വേറെ മെത്തേഡ്, ഗ്യാസസിൻ്റെ ലിക്വിഡിലുള്ള സോലിബിലിറ്റി കൂട്ടാനായിട്ട് പ്രഷർ ഉപയോഗിക്കാം. അതായത് ഹൈ പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടറിൻ്റെ സോലിബിലിറ്റി കൂട്ടാൻ പറ്റും. പ്രഷർ കൂട്ടി ഗ്യാസസിൻ്റെ സോലിബിലിറ്റി കൂട്ടാൻ പറ്റും. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ വാട്ടർ കമ്പയർ ടു ദാറ്റ് ഓഫ് സോളിഡ്സ്. ഗ്യാസസിൻ്റെ സോലിബിലിറ്റി സോളിഡ്സിൻ്റെ സോലിബിലിറ്റിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സോളിഡ്സിൻ്റെ ഗ്യാസിൻ്റെയും സോലിബിലിറ്റി നമുക്കൊരു ഐഡിയ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോളിഡ്സിൻ്റെ സോലിബിലിറ്റി ടെമ്പറേച്ചർ കൂടുന്തോറും കൂടുകയാണ് ചെയ്യുന്നത്. അതായത് കൂടുതൽ പാർട്ടിക്കിൾസ് നമുക്ക് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ ഗ്യാസിൻ്റെ സോലിബിലിറ്റി ടെമ്പറേച്ചർ കൂട്ടിയാൽ കുറയുവാണ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മൾ ഗ്യാസ് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ് ലിക്വിഡിലേക്ക്. അപ്പോൾ ഗ്യാസിനെ നമ്മൾ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് വരും? കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസിന് കൂടുതൽ കൈനറ്റിക് എനർജി കിട്ടുമ്പോൾ അതിന് കൂടുതൽ ഗ്യാസ് മോളിക്യൂൾസിനെ ഈ സൊല്യൂഷൻ്റെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പുറത്ത് രക്ഷപ്പെട്ടു പോകാനാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഗ്യാസിന് ഹെൽപ്ഫുൾ ആകുന്നത്. അതുകൊണ്ടാണ് സോളിഡ്സിൻ്റെ കേസിലെ മാതിരിയല്ല, ഗ്യാസിന് ടെമ്പറേച്ചർ കൂട്ടിയാൽ നമുക്ക് സൊല്യൂഷനിൽ കിട്ടുന്ന ആ ഗ്യാസ് പാർട്ടിക്കിൾസിൻ്റെ അളവ് കുറയുക, കൂടുതൽ എസ്കേപ്പ് ചെയ്ത് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗ്യാസിൻ്റെ സോലിബിലിറ്റി ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കുറയണത്. സോളിഡിൻ്റെ കേസിൽ അങ്ങനെയല്ല. സോളിഡിൻ്റെ കേസിൽ നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോളിഡിനെ കൂടുതൽ സോളിഡിനെ നമുക്ക് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് സോളിഡും ഗ്യാസും തമ്മിലുള്ള സോലിബിലിറ്റിക്ക് ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. ഇനി സോലിബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഇൻക്രീസസ് വിത്ത് പ്രഷർ. പ്രഷർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ സോലിബിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. പക്ഷേ സോളിഡ്സിന് പ്രഷർ കൂട്ടിയത് കൊണ്ട് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. സോലിബിലിറ്റിക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. സോളിഡ്സിൻ്റെ സോലിബിലിറ്റിക്ക് പ്രഷറുമായിട്ട് നേരിട്ട് ബന്ധമില്ല എന്ന്. ക്വസ്റ്റ്യൻ നമ്മളോട് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതലാണ് ഓക്സിജൻ്റെ വെള്ളത്തിലുള്ള സോലിബിലിറ്റി എങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് നേച്ചറിൽ കാണാൻ പറ്റുന്നത്?
അതിനെ പറ്റിയിട്ട് ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വെള്ളത്തിൽ ഓക്സിജന്റെ സോലിബിലിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലെ എക്കോസിസ്റ്റം അക്വാറ്റിക് എക്കോസിസ്റ്റം നല്ല ഹെൽത്തിയർ ആകും. കാരണം കൂടുതൽ ഓക്സിജൻ കിട്ടുമ്പോഴേക്കും ബെറ്റർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, വെള്ളത്തിലുള്ള ഫിഷ് പോപ്പുലേഷൻ, അങ്ങനെ എല്ലാം കൊണ്ടിട്ടും അക്വാറ്റിക് എക്കോസിസ്റ്റം നല്ല ഹെൽത്തിയർ ആകും. അപ്പോൾ ഒരു ഫുഡ് ചെയിൻ നന്നായിട്ട് ഇംപ്രൂവ്ഡ് ആകും. അത് ഇൻഡയറക്റ്റ്ലി നമുക്ക് ലാൻഡ് ആനിമൽസിനും ബെനിഫിറ്റ് ആയിരിക്കും. പിന്നെ എക്സസ് ആയിട്ട് ഓക്സിജൻ വെള്ളത്തിൽ വന്നാൽ ചിലപ്പോൾ ചില ഓർഗാനിസത്തിന് അത് ഹാംഫുൾ ആകാം. കൂടുതൽ കൊറോഷൻ കൈൻഡ് ഓഫ് ഡിസ്ട്രക്ഷൻസും ഉണ്ടാകും. കാരണം കൊറോഷൻ പറയുമ്പോഴേക്കും ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ, അയൺ എല്ലാം നമ്മൾ തുരുമ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ഓക്സിജൻ വെള്ളത്തിൽ വന്നു കഴിഞ്ഞിട്ട് വെള്ളത്തിലുള്ള ആ കൊറോഷൻ ആക്ടിവിറ്റിയുടെ ലെവൽ കൂടാനും ഇടയാകും. ക്വസ്റ്റ്യൻ: വൈ ആർ സ്റ്റെബിലൈസേഴ്സ് യൂസ്ഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്? സോഫ്റ്റ് ഡ്രിങ്ക്സിൽ സ്റ്റെബിലൈസേഴ്സ് ആഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: സ്റ്റെബിലൈസേഴ്സ് ബെവറേജ് ലെസ്സിലേക്ക് ആഡ് ചെയ്യുന്നത് പാർട്ടിക്കിൾസിൻ്റെ സെറ്റിലിംഗ് ഡൗൺ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സിലുള്ള പാർട്ടിക്കിൾസ് കുറച്ച് നേരം നമ്മൾ അനക്കാതെ വെച്ചിരിക്കുമ്പോൾ പാർട്ടിക്കിൾസ് സെറ്റിലാകും. അപ്പോൾ അതിൻ്റെ യൂണിഫോം സ്ട്രക്ചറിനും കളറിനും ഫ്ലേവറിനും ആ ഒരു യൂണിഫോം ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റാതെ വരും സോഫ്റ്റ് ഡ്രിങ്ക്സ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെബിലൈസേഴ്സ് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ഉപയോഗിക്കുന്നത്. അത് ക്വാളിറ്റി ഓഫ് ഡ്രിങ്ക്സ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റെബിലൈസർ ആഡ് ചെയ്തത്. നെക്സ്റ്റ്, വൈഡ്ലി യൂസ് ചെയ്ത 2 എക്സാമ്പിളാണ് സ്റ്റെബിലൈസേഴ്സിൻ്റെ എക്സാമ്പിൾ: സാന്തങ്കം, പെക്റ്റിൻ, കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, CMC. CMCയുടെ ഫുൾ ഫോം ചോദിച്ചാൽ കാർബോക്സി മീഥൈൽ സെല്ലുലോസ് മനസ്സിലോർക്കുക. ഇതൊക്കെയാണ് വൈഡ്ലി യൂസ്ഡ് സ്റ്റെബിലൈസേഴ്സ് ബെവറേജസ്. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.